നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമാ അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലാണ് നായികയായി വിസ്മയ എത്തുക. ഇപ്പോഴത്തെ വിസ്മയയുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് സംവിധായകനായ ആലപ്പി അഷ്റഫ്. ഇന്നത്തെ കാലത്തെ ന്യൂജൻ കുട്ടികളിലും പലരും അവർ ഡിസൈൻ ചെയ്യുന്ന അവരുടെ ജീവിതവും കരിയറും മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിവാഹം, കുടുംബം, കുട്ടികൾ, അതൊന്നും പഴയ കാലത്തെ പോലെ ഇപ്പോഴത്തെ കുട്ടികളുടെ പരിഗണനയിലില്ല. മോഹൻലാലും ഭാര്യ സുചിത്രയും മക്കളുടെ കാര്യത്തിൽ ഇടപെടാറുമില്ല. മോഹൻലാൽ മക്കളുടെ വിവാഹകാര്യത്തെക്കുറിച്ച് പറയുന്നത് അവരൊക്കെ വലിയ കുട്ടികളായില്ലേ എന്നാണ്. വിവാഹം നടത്തി തരണമെന്ന് പറയുമ്പോൾ നടത്തി കൊടുക്കാം എന്നാണ് പറയുന്നത്. മകൻ അപ്പു യാദൃച്ഛികമായി മനസ്സില്ലാ മനസ്സോടെ സിനിമയിലേക്ക് കടന്നു വന്നത് ഇപ്പോൾ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് വിസ്മയ സിനിമയിലേക്ക് കടന്നു വരുന്നു. ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന തുടക്കത്തിലൂടെയാണ് അവർ സിനിമ അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നത്. നായികയായിട്ടാണ് അവർ എത്തുന്നത്. മകൾക്ക് അച്ഛൻ ആശംസയും നൽകി. വിസ്മയ തന്റെ വിവാഹമോഹം ഉള്ളിലൊതുക്കി വെച്ച സമയത്ത് ഉന്നതരായ പലരിൽ നിന്നും പല വിവാഹാലോചനകളും മകൾക്ക് വേണ്ടി മോഹൻലാലിനെ തേടി എത്തിയിരുന്നു. മോഹൻലാലിന്റെ നിലയിലുള്ള ഒരാളുടെ മകളെ വിവാഹം കഴിക്കാൻ ഏതു നിലയിലുള്ള ആലോചനയും നിഷ്പ്രയാസം ലഭിക്കുന്നതേ ഉള്ളൂ. എന്നാൽ മോഹൻലാൽ അദ്ദേഹത്തിന്റെ മകളുടെ ഇഷ്ടത്തിനൊപ്പം നിലകൊണ്ടു. കോളേജ് പഠനത്തിന് ശേഷം ന്യൂയോർക്കിൽ താമസിച്ച് ഡാൻസും അഭിനയവുമൊക്കെ പരിശീലിച്ചിരുന്നു. ന്യൂയോർക്കിൽ വെച്ച് പല നാടകങ്ങളിലും വിസ്മയ അഭിനയിച്ചിരുന്നു. ഒപ്പം ഡാൻസും പ്രാക്ടീസ് ചെയ്തു. പിന്നെ ആയോധന കല പഠിക്കാൻ തായ്ലൻഡിൽ പോയി. അച്ഛനെ പോലെ തന്നെ മകളും കഥയും കവിതയുമൊക്കെ എഴുതുന്ന സ്വഭാവക്കാരിയാണ്. വിസ്മയയ്ക്ക് അല്പം തടിയുള്ളത് കൊണ്ട് ഡാൻസും ഫൈറ്റുമൊക്കെ വഴങ്ങുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ വിസ്മയയുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി അപാരമാണ്. ഇനി അഭിനയത്തിന്റെ കാര്യമെടുത്താൽ മോഹൻലാലിനെയും പ്രണവിനെയും കടത്തിവെട്ടുമെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അത്രയ്ക്കും അഭിനയം മികവുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും സിനിമയിൽ തുടരാനാണ് അവരുടെ താല്പര്യം. മറ്റാർക്കും ലഭിക്കാത്ത സ്വീകാര്യതയാണ് വിസ്മയയ്ക്ക് ലഭിക്കുന്നത്. ഉന്നതരായ സിനിമാക്കാരുടെ പെൺമക്കൾ പലരും സിനിമയിൽ കടന്നുവന്ന് ഉയരങ്ങൾ കീഴടക്കിയാണ് നമ്മൾ കണ്ടതാണ്. കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ ഇവരൊക്കെ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിലും കടന്നു കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു നടി സിനിമയിൽ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ അവരുടെ വിവാഹം നടന്നാൽ അതോടെ അവരുടെ കരിയർ അവസാനിപ്പിക്കും. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വിവാഹം കഴിച്ചാലും ലിവിങ് ടുഗദർ ആണെങ്കിലും അതൊന്നും അവരെ ബാധിക്കില്ല. നയൻതാരയും കീർത്തി സുരേഷും സാമന്തയുമൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന്റെ വ്യതിയാനം കൊണ്ടാണ്. സിനിമയിൽ നിന്നും മാത്രമല്ല പരസ്യചിത്രങ്ങളിൽ അഭിനയിച്ചാൽ 2-3 കോടി കിട്ടും. ഉദ്ഘാടന പരിപാടി കിട്ടും. ഇതിനൊക്കെയുള്ള ഒരു ഹിറ്റ് സൊല്യൂഷൻ നായിക ആവുക എന്നത് മാത്രമാണ്. ഇതുപോലെ വരുമാനം കിട്ടുന്ന ഏത് മേഖലയുണ്ട്. അതുകൊണ്ട് ഇവരൊന്നും ഈ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിക്ക് പോകും എന്ന കാര്യമേ ഉദിക്കുന്നില്ല. പ്രണവിനേക്കാളും ഒരുപടി മുന്നിലാണ് വിസ്മയ. തൽക്കാലം വിവാഹമൊന്നും വേണ്ടെന്നാണ് വിസ്മയയുടെ തീരുമാനം.